എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വിത്തൗട്ട് കട്ടിങ്ങിൽ പ്രിൻസസ് ബ്ലൗസ് എങ്ങനെ തയ്ക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ചെറിയ രണ്ട് തുണിയിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ്ങിൽ ഇത് ആദ്യം കട്ട് ചെയ്യാം. ഇത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതേപോലെ ബോട്ടം ഒന്ന് സ്ട്രൈറ്റ് ആക്കുക. ഇതിൻ്റെ ഇറക്കം 14 ഇഞ്ചാണ്. അപ്പോൾ രണ്ട് സൈഡിലേക്കും തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 15 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ അതേപോലെ 4 ഇഞ്ച് ഫ്രണ്ട് പട്ടിക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ വേണ്ടത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. 6 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരയ്ക്കുക. ഇത് ഫ്രണ്ടാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ ഇറക്കും 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഇനി ചെസ്റ്റ് 36 ഇഞ്ചാണ് റെഡി വേണ്ടത്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ച്, അതുകൂടെ 1/2 ഇഞ്ച് കൂടുതലിടുക. അതായത് ഇവിടെ ടെക്കിനുള്ള 1/2 ഇഞ്ചാണ് കൂടുതലിടുന്നത്. അതിനുശേഷം നമുക്ക് 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. ഇനി 9.5 ഇഞ്ച് തന്നെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതേപോലെ ആം ഹോൾ വരയ്ക്കുക. ഇനി ഇതിൻ്റെ നെക്കൊന്ന് വരച്ചെടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ച്, ഇങ്ങോട്ട് ഇറക്കം 6 ഇഞ്ച്, ഇങ്ങോട്ട് 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് ചതുരാക്കി എടുക്കാം. അതിനുശേഷം ഇതേപോലെ ഫ്രണ്ട് നെക്ക് വരയ്ക്കുക. ഇനി ഇതിൻ്റെ ബെസ്റ്റ് പോയിന്റ് 9.5 ഇഞ്ചാണ്. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റിന് ഒരു 1/2 ഇഞ്ച് കൂടെ ചേർത്തിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടുള്ള വീതി വന്നിട്ട് 3.25 ഇഞ്ചാണ്. നമുക്കൊരു 4 ഇഞ്ച് എക്സ്ട്രാ ഇടാം. 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് വന്നിട്ട് ഇവിടെ നമ്മൾ ഒരു പോയിന്റ് പിടിക്കുന്നുണ്ട്, ഇവിടെ ഒരു 4 ഇഞ്ച് പിടിക്കുന്നുണ്ട്. അതാണ് ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടത്. ഇനി ഇവിടെ 4 ഇഞ്ച് വരുമ്പോൾ ഇങ്ങോട്ട് 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ വേസ്റ്റ് വരുന്നത് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 7.5 ഇഞ്ച് വരും. ആ 7.5 ഇഞ്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നെ ബാക്കിയുള്ളത് 2 ഇഞ്ചാണ്. അപ്പോൾ ഈ 2 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇനി ഈ 2 ഇഞ്ചിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരയ്ക്കാം. അതിനുശേഷം ഇതേപോലെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഷോൾഡർ സ്ലോപ്പ് ആവശ്യമെങ്കിൽ 4 ഇഞ്ചോ 1/2 ഇഞ്ചോ എത്ര വെച്ചാൽ കൊടുക്കാം. ഇനി ഇവിടെ ഒരു അടയാളം ഇടുക. ഇനി അതിന് ശേഷം ഈ പീസ് എടുത്തിട്ട് ഇതേപോലെ തിരിച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. ഇതേപോലെ മാർക്കിങ് 2 ഭാഗത്തും ചെയ്യുക. അതിനുശേഷം ഈ തുണിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കനം കുറഞ്ഞ തുണിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ മെത്തേഡിൽ തയ്ച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ഇതിനൊപ്പം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇവിടെ തയ്ച്ച് കാണിക്കാം.
അപ്പോൾ ആദ്യം നമുക്കിത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ചേർത്ത് തയ്ക്കാം. ഇനി ഈ സൈഡും അതേപോലെ തയ്ക്കാം. അതിനുശേഷം ഈ എക്സ്ട്രാ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ ഈ ടക്ക് 2 ഇഞ്ചിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ സെൻറ്ററിൽ കൂടെ ഈ ലൈനിൽ കൂടെ ഇതുവരേക്കും ഒരു തയ്യലിടുക. അതിനുശേഷം ഇത് ചേർത്ത് പിടിച്ചിട്ട് തയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ ഒരു പോയിൻ്റ് എടുത്താൽ മതി. നമ്മൾ 4 ഇഞ്ചാണ് വിട്ടിരിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ 1/2 ഇഞ്ച്, അതായത് 4 ഇഞ്ച് എടുക്കുക. ഇനി അതേപോലെ ഇവിടെയും തയ്ക്കാം. ഇവിടെ നിന്ന് തയ്ച്ചു വരാം. അപ്പോൾ ഇതേപോലെ കനം കുറഞ്ഞ തുണികൾ, കയ്യിന് വഴങ്ങാത്ത തുണികളൊക്കെ ഇതേപോലെ സിമ്പിളായിട്ട് ഫ്രണ്ട് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.